ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഡ്യൂട്ടിയുടെ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ആണ് ഇന്ന് ലേറ്റ് ആയത്. ക്ഷമിക്കുക. ഇന്നും നാളെയും മേ ബി ലേറ്റ് ആകാൻ സാധ്യതയുണ്ട്. നാളെ കൂടെ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, എനിക്കറിയാം നിങ്ങൾ ഗ്രൂപ്പിൽ ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ട്. എനിവേ, ഇപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരാൻ സമയം കളയണ്ട. അപ്പം ഇന്ന് സംഭവിച്ചത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് അതുപോലെ തന്നെ തിരിച്ചു വന്നു. പക്ഷേ മിഡ് ക്യാപ്പിന് അതിൽ വലിയ മൂവ്മെൻറ്റ് നടന്നില്ല. ഒരു കൺസോളിഡേഷൻ ആയിരുന്നു അല്ലേ. ഒരു കൺസോളിഡേഷന് ശേഷം ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് നൽകി. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിക്കൊന്നൊരു 40 പോയിൻ്റ് 50 പോയിൻ്റ് അങ്ങോട്ട് ഗ്യാപ്പ് അപ്പിൽ കിട്ടിയതിന് ശേഷം നേരെ മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു അല്ലേ. താഴോട്ട് വന്നതിന് ശേഷം ചെറിയൊരു മൂവ്മെൻറ്റ് വന്നതിന് ശേഷം ഇവിടെ നോക്കിക്കുക, ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഇവിടെ ജസ്റ്റ് ഒരു കൺസോളിഡേഷൻ ആയിരുന്നു. നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിന് ഭയങ്കര പ്രീമിയം നമുക്ക് ഈ അറിയാമല്ലോ, ഈ മന്ത്ലി ആയതുകൊണ്ട് നല്ല പ്രീമിയം ഉണ്ട്. അതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് വന്നതിന് ശേഷം പിന്നെ ഒരു കൺസോളിഡേഷൻ ആയിരുന്നില്ല. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്തിലില്ല. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ചെറിയൊരു പതുക്കെ നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. ഒരു കോൾ എടുക്കാൻ പറ്റിയ ഒരു കൺഫർമേഷൻ നമുക്കില്ല. മുകളിലോട്ട് പോകും, താഴോട്ട് പോകുന്നു. കാരണം എനിക്കൊന്ന് ഇവിടെ ലിക്വിഡിറ്റി വളരെ കുറവാണ്. കാരണം ഈ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് മിഡ് ക്യാപ്പിനകത്ത് ലിക്വിഡിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. ലിക്വിഡിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് തരാതെ ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്ക് നിൽക്കുന്നത്. എങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇതിപ്പം വന്നു നമ്മുടെ ആ ട്രെൻഡ് ലൈൻ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നാളെ ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമോ അത് ഇവിടെ തട്ടി താഴെ തിരിച്ചു വരുമോ എന്നുള്ള കാര്യമാണ് നമുക്ക് നാളെ നോക്കേണ്ടത്. അപ്പം ഒത്തിരി അങ്ങനെ പറഞ്ഞ് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് നാളത്തെ ലെവലുകൾ മിഡ് ക്യാപ്പിൽ നോക്കാം. കാരണം നമ്മൾ മിഡ് ക്യാപ്പിൽ വലിയ ട്രേഡുകൾ എടുക്കുന്നില്ല. കാരണം ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പം നാളെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് മാർക്കറ്റ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ എത്രയാണ്? 12,812 ഈ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം നമുക്ക് എന്താ ഇപ്പോൾ നാളെ ചെയ്യേണ്ടത് ഇതിന് മേളിൽ ഓപ്പൺ ചെയ്യണം. ഇതിന് മേളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ ഇവിടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റ് ഓപ്പൺ തന്നതിന് ശേഷം തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചിങ്ങോട്ട് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ലിക്വിഡിറ്റിയുടെ വിഷയമുണ്ട്. കാരണം മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് ആൾക്കാരാണിത് ട്രേഡിങ് വളരെ കുറഞ്ഞു എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാകുന്നത്. അപ്പം നമുക്ക് നോക്കാം. മേ ബി ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിനകത്ത് ലിക്വിഡിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു വൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഇതിനകത്തിൽ കാണുന്നുണ്ട്. ഇനി എന്തായാലും നമ്മൾ മിഡ് ക്യാപ്പിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പണ്ട് മുതലേ ഞാൻ മിഡ് ക്യാപ്പിനകത്തിലാണ് എല്ലാ കാര്യങ്ങളും മാക്സിമം നമ്മൾ ട്രേഡ് ചെയ്തേക്കുന്നത് മിഡ് ക്യാപ്പിനകത്തിലാണ്. അപ്പം നമ്മുടെ സ്വന്തം സഹചാരിയാണ്. നമുക്കറിയാം ഇതിൻ്റെ മൂവ്മെൻറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ബൈഹാർട്ടാണ്. അതുകൊണ്ട് നമുക്ക് അവനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് നാളെ നോക്കേണ്ട ലെവലുകൾ നമുക്ക് നോക്കാം. നാളത്തെ ലെവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ട്രെൻഡ് ലൈനിൽ വന്ന് നിൽക്കുക അല്ലേ. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം നമുക്കപ്പം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഞാൻ 45 മിനിറ്റ്സിലോട്ടൊന്ന് മാറ്റി നോക്കാം. നമുക്ക് 45 മിനിറ്റ്സിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. 45 മിനിറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടാനുള്ളത്, റെസിസ്റ്റൻസ് കിട്ടാനുള്ളത് ഈ റേഞ്ചാണ്. നമുക്കൊരു സപ്പോർട്ട് പറയാനുള്ളത് ഈ റേഞ്ചാണ്. ഇവിടെ മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ റേഞ്ച് ഇതാണ്. ഈ റേഞ്ചിലാണ് നമുക്ക് മാർക്കറ്റ് ഒരു സപ്പോർട്ടുള്ളത്. അതിനുശേഷം മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ അതൊക്കെ ഒത്തിരി മേളിൽ പോയി, 13,000 ആ റേഞ്ചിൽ പോയി. എങ്കിൽ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനകത്ത് ഇതൊരു റേഞ്ചാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒരു റേഞ്ചായിട്ട് കണക്ക് കൂട്ടാം. ഇതിനെ ഈ റേഞ്ചിൽ ഒരു റേഞ്ചായിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ ഈ 3 റേഞ്ചാണ് നമുക്ക് നാളെ ഉള്ളത്. ഇനി നമുക്ക് 5 മിനിറ്റ്സിലോട്ട് വരാം. 5 മിനിറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ വരകൾ ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് നാളെ ഉണ്ടെന്ന് പറയാൻ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെ നമുക്ക് കിട്ടും. അടുത്തത് ഈ 2 എണ്ണം ഞാൻ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. ഈ 2 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അടുത്തത് ഇതാണ്, ഈ 2 എണ്ണം.
12,949 12,883 12,811 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുക, ഇത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കുക എടുക്കുന്നവർ. എന്നിട്ട് ഇവിടുന്ന് ഒരു ഇവിടം വരെയുള്ള ടാർഗറ്റ് നോക്കുക 12,883. അത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12,943. താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെ. ഇവിടുന്ന് വേറെ ലെവലുകൾക്കൊന്നും മാറ്റങ്ങളൊന്നുമില്ല. ഇത് ഇവിടം തന്നെ ഇവിടം വരെ വരും. അടുത്തത് ഇവിടെ ഇത് ഈ ലെവലുകൾ. മൂന്നാമത്തേത് നാളെ വല്ല പൊട്ടൽ വല്ല ഉണ്ടാവുകയാണെങ്കിലോ കിടക്കട്ടെ, താഴോട്ട് തന്നെ കിടക്കട്ടെ. എൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ താഴോട്ടാണ്. ഓക്കെ, ഇത്രയും മതി. ഇതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ വലിയ ആഡംബരമായി പോകും. പിന്നെ ബാക്കി നമുക്ക് അന്നേരം നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നാളത്തെ ലെവലുകൾ മിഡ് ക്യാപ്പിനകത്തിൽ. ഓക്കെ, കൂടുതൽ സംസാരിച്ച് കാണുന്നില്ല. അപ്പോൾ അറിയാമല്ലോ, ഇവിടുന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അല്ല, ഇനി ഇവിടെ ഓപ്പൺ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തെങ്കിൽ തിരിച്ച് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം മിഡ് ക്യാപ്പിൻ്റെ കഥകൾ കഴിഞ്ഞു. ഇനി അടുത്ത് നിഫ്റ്റിയുടെ കഥയിലോട്ട് വരാം. നിഫ്റ്റിയുടെ കഥയിൽ നമ്മളിന്ന് കുറേ പ്രൈസ് ആക്ഷൻസ് ഒക്കെ പഠിച്ചില്ലേ. അപ്പം ഞാനിനി ഒരു കാര്യം പ്രത്യേകിച്ച് നിഫ്റ്റി കേൾക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം. മാർക്കറ്റിൽ പലർക്കും പല കൺസെപ്റ്റുകളായിരിക്കും. എല്ലാവർക്കും ഒരേ വ്യൂ ആകണം എന്നില്ല. ചിലരുടെ വ്യൂ ശരിയാകാം, ചിലർക്ക് പണ്ടില്ല മിൽമയുടെ പരസ്യം പറഞ്ഞ പോലെ ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാകത്തില്ല. ഇപ്പം എൻ്റെ വ്യൂ ആയിരിക്കത്തില്ല വേറൊരാൾ എക്സ് ഓർ വൈ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാർക്കറ്റിനെ പറ്റി ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ട് ഇല്ലേ. അവരവരായിട്ടുള്ള വ്യൂകളുണ്ട്, അവരവരായിട്ടുള്ള സ്ട്രാറ്റജികളും അല്ലെ അവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും ഓരോരുത്തർ വ്യൂ പറയുന്നത്. അത് ഓരോരുത്തരും ഡിഫറെൻ്റ് ആംഗിളിലാണ് ഓരോരുത്തർ നോക്കുന്നത്. അപ്പം അതിന് അനുസരിച്ച് വ്യൂകൾ അല്ലെ ലെവലുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം ഞാനിവിടെ പറയുന്നത് എൻ്റെ മാത്രം ലെവലുകളാണ്. അത് ഒരു പക്ഷേ ശരിയായിരിക്കാം, ഒരു പക്ഷേ തെറ്റായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കുമ്പം നിങ്ങളുടേതായിട്ടുള്ള വ്യൂ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാവൂ. അല്ലാതെ ഞാനിവിടെ വരച്ചിട്ടേക്കുന്നു ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ വരും, അങ്ങനെയൊന്നും യാതൊരു നിർബന്ധമില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ 100% പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഓക്കെ, അതുകൊണ്ട് ശരിയാകാം തെറ്റാകാം. പിന്നെ നമ്മളിവിടെ പറയുന്നത് ക്യാൻഡിലുകളുടെ സ്ട്രക്ചറുകളും പ്രൈസ് ആക്ഷൻസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ലെവലുകൾ പറയുന്നത്. അത് ചിലപ്പം ഞാൻ ഈ ലെവലുകൾ പറഞ്ഞാൽ ചിലപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം എൻ്റെ വ്യൂ മേലെ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ തിരിഞ്ഞു പോകാം, ചിലപ്പോൾ എൻ്റെ കൺവിക്ഷൻ അങ്ങനെ ആയിരിക്കത്തില്ല. ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ മാർക്കറ്റിൻ്റെ ആ സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ട് ചിലപ്പം എനിക്ക് വ്യൂ നേരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന രീതികളുണ്ട്. അപ്പം എല്ലാവരും അവരുടേതായിട്ടുള്ള പിന്നെ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ മാർക്കറ്റ് നേരെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാർക്കറ്റ് എന്താ പറയുന്നത്, ഒരു ചെറിയ ഗ്യാപ്പപ്പിൽ ചെറിയ ഗ്യാപ്പല്ല, ഏകദേശം ഒരു 180 പോയിൻ്റ് അടുത്ത് ഗ്യാപ്പപ്പ് കിട്ടി, ഇല്ല 90 പോയിൻ്റ് അടുത്ത് ഗ്യാപ്പപ്പ് കിട്ടി. ഗ്യാപ്പപ്പ് കിട്ടിയാലും നേരെ കാറ്റടിച്ച് വിട്ട ബലൂൺ പോലെ നേരെ തിരിച്ച് താഴോട്ട് വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്, ഇവിടുന്ന് ഒരു ഇന്നലത്തെ ഓപ്പണിംഗ് ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അവിടെ വരെ മാർക്കറ്റ് വന്നു ഇല്ല. നോക്കിക്കേ, ഇവിടെ ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അവിടെ വരെ മാർക്കറ്റ് വന്നതിന് ശേഷം ഇവിടെ ആ ഹൈ കട്ട് ചെയ്ത് വീണ്ടും ഇവിടെ ഇന്നലത്തെ ക്ലോസിങ് ഇവിടം വരെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതിന് താഴെ പോയില്ല. ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു ഇല്ലേ. റിവേഴ്സല്ല, ഇവിടെ നല്ല റിജക്ഷനാണ് കാണുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് നേരെ തിരിച്ച് റീബൗണ്ട് ചെയ്യാൻ തുടങ്ങി. കുറച്ച് പോയി. ഇത് ക്ലിയർ ആയിട്ട് ഇവിടുന്ന് ട്രേഡ് എടുത്തവർക്ക് ഞാൻ വരച്ച വരപ്രകാരം ട്രേഡ് എടുത്തവർക്ക് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടി, ഇവിടുന്ന് പോയവർക്ക് സെക്കൻഡ് ടാർഗറ്റ് കിട്ടി. വരകളൊക്കെ കൃത്യമായിരുന്നു. നിങ്ങൾക്ക് ടാർഗറ്റ് എടുക്കാൻ പറ്റുന്നവർക്കൊക്കെ ടാർഗറ്റ് എടുക്കാൻ പറ്റിയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു വ്യൂ ഞാൻ പറയാം. ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ നേരെ താഴോട്ട് വന്നതിന് ശേഷം ഇങ്ങനെ ചെറിയ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മാർക്കറ്റ് ഇവിടം വരെ പോയിട്ട് ഇതിന് ശേഷം ഇവിടുന്ന് ഒരു സെൽ ഓഫാണ് സത്യം പറയാൻ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് മാർക്കറ്റ് വീണ്ടും നമ്മൾ വരച്ച ലെവലുകൾ ലെവലിലോട്ട് തന്നെ മാർക്കറ്റ് പോയി. മാർക്കറ്റ് ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ഗ്രൂപ്പിൽ കണ്ടവർക്കറിയാം കറക്റ്റായിട്ട് ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ അല്ലേ. ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ വന്നപ്പോൾ എങ്ങനെയാണ്, അതൊരു ബുള്ളിഷ് സൈനാണ്. എങ്ങനെയാണ് ബുള്ളിഷ് സൈന്, ഈ ഹൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഒരു ബുള്ളിഷ് ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടാർഗറ്റ് എങ്ങനെയായിരിക്കും, ഇതായിരിക്കും ടാർഗറ്റ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ടാർഗറ്റ് ആയിരിക്കും. പിന്നെ ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് ആ ലൈനാണ് ഈ കാണുന്നത്, ഈ സാധനം.
ആ കാണുന്നതാണ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ആ ലെവലാണ് ഇവിടുന്ന് മേലോട്ട് പോകണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരച്ചിട്ടേക്കുന്നത് ഇവിടെ. മനസ്സിലായോ? അപ്പോൾ ഇത്രയും വരെ പോകണമായിരുന്നു, പക്ഷേ അവിടം വരെ പോയില്ല. നമ്മൾ പറഞ്ഞ ആ കറക്റ്റ് ആ ലെവൽ വരെ പോയിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് പിന്നെ തിരിച്ച് ഇവിടുന്ന് പൊട്ടെടുത്തവർക്ക് ചെറിയൊരു പ്രോഫിറ്റ് ഇവിടെ കിട്ടി കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം അവസാനം ഒരു ദുരിതാശ്വാസ സഹായം പോലെ ചെറിയൊരു ഒരു ഡിപ്പ് നമുക്ക് തന്നു. അങ്ങനെ ഇവിടം വരെ എടുത്തവർക്ക് ചെറിയൊരു പ്രോഫിറ്റ് ഇവിടെ കിട്ടിക്കാണും. അല്ലാത്തവരെ ഇവിടുന്ന് എടുത്തവർക്ക് ഇവിടം വരെ കിട്ടിക്കാണും. ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ച് ആൾക്കാർ എടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇതിന് ശേഷം ഒരു സി വ്യൂ എനിക്കില്ലായിരുന്നു. ഞാൻ എപ്പോഴും പ്രതീക്ഷിച്ചത് മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ പൊട്ടിയില്ല. അത് ഇപ്പം എൻ്റെ വ്യൂ തെറ്റിപ്പോയി. അത് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ആരോടും ഇത് പറഞ്ഞില്ല. ബട്ട് എനിക്കൊരു ഇവിടുന്ന് ഒരു പൊട്ടല്ല പറഞ്ഞത്. മാർക്കറ്റ് കയറും തോറും, കാരണം നമ്മുടെ ഈ മാർക്കറ്റ് കയറുന്ന ഒരു അടിസ്ഥാനമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. മാർക്കറ്റിൽ ഇപ്പോൾ പലരും ചോദിച്ചു എന്തുകൊണ്ട് പി വ്യൂ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാർക്കറ്റ് മുകളിലോട്ട് ഇങ്ങനെ പോകുന്നതിന് ഒരു അടിസ്ഥാനം വേണ്ടേ? എന്തടിസ്ഥാനമാണ് മാർക്കറ്റിലുള്ളത്? മാർക്കറ്റിൽ എന്താണ് ഒരു പോസിറ്റീവ് ന്യൂസ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ പറയാനുള്ളത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. FIS കണ്ടിന്യൂസ് ആയിട്ട് സെല്ല് ചെയ്യുന്നു. പിന്നെ നമ്മുടെ GDP വളരെ മോശം GDP ആണ്. അങ്ങനെ പല കാര്യങ്ങളും മാർക്കറ്റിനകത്തിലുണ്ട്. പിന്നെ ഈ പ്രാവശ്യത്തെ എന്താ പറയുന്നത്, നമ്മുടെ ഓട്ടോ സെയിൽസ് ഡേറ്റ എല്ലാം വളരെ മോശമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് എന്താണ് ഒരു വല്ലാത്ത പ്രതീതി. പിന്നെ ഈ ട്രംപിൻ്റെ ത്രട്ടൺ. അപ്പം ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ മാർക്കറ്റിൽ ഒന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല. എന്നിട്ടും മാർക്കറ്റ് എന്ത് ചെയ്യുക, പർപ്പസ്ഫുള്ളി മാർക്കറ്റ് മുകളിലോട്ട് പോവുക. ഇന്നലെ നമ്മൾ FIS ഷോർട്ട് പൊസിഷൻ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. പക്ഷെങ്കിൽ അപ്പം എന്നിട്ടും പുട്ട് ഓപ്ഷൻ അവർ ബൈയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ മാർക്കറ്റ് താഴോട്ട് വരണം. പക്ഷേ എന്നിട്ടും മാർക്കറ്റ് താഴോട്ട് വന്നില്ല, മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ. ഇന്ന് FIS ഏകദേശം 3664. FIS ഇന്ന് ഏകദേശം 3664 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ ഈ ബൈ നാളെ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് ആണ് നമുക്കറിയാൻ. ടുമോറോ കണ്ടിന്യൂ ചെയ്യുമോ എന്ന് വേണം നമുക്ക് അറിയാൻ. അങ്ങനെ ഒരു ബൈ സൈഡിലോട്ട് FIS വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കാം. പക്ഷേങ്കിൽ മാർക്കറ്റിൽ ഈ പറയുന്ന അത്ര വലിയ സ്ട്രെങ്ത് ഒന്നും കാണാൻ ഇല്ല. മുകളിലോട്ട് പോകാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങളെന്ന് പറഞ്ഞ പോലെ, അഗർബത്തിൻ്റെ പരസ്യത്തിന് അതിൽ എന്ന് പറഞ്ഞ പോലെ നമുക്ക് മാർക്കറ്റിൽ മുകളിലോട്ട് പോകാൻ ഒരു കാരണം വേണ്ടേ? ആ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. എനിവേ ഞാൻ എൻ്റെ വ്യൂ ആണ് പറഞ്ഞത്, എൻ്റെ കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റായിരിക്കാം ശരിയായിരിക്കാം, എല്ലാവർക്കും ദഹിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇനി നാളെ നമുക്ക് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിൽ അപ്പം ഇതെല്ലാം കളയാം, പോട്ടെ, ഇതൊന്നും വേണ്ട. ഇതൊക്കെ നമ്മൾ ഇന്ന് വരച്ചിട്ട സാധനങ്ങളാണ്. ഇതൊന്നും വേണ്ട, പോട്ടെ. ഓക്കെ 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 ഇത് എല്ലാം വരച്ചിട്ടു. അപ്പോൾ ഇതും വേണ്ട, ഇതും പോട്ടെ, ഇതും നമ്മൾ ഓക്കെ. ഇനിയിപ്പം മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്യാം. ഇത് ഇങ്ങോട്ട് കറക്റ്റ് ചെയ്യാം. ഇത് അവിടെ നിൽക്കട്ടെ. ഇത് മാർക്കറ്റ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,457. ഇതിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി എന്താണ്? ഇനി ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കേ. ഇതൊന്ന്, ഇത് രണ്ട്. കാരണം നാളെ ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ ഇതിന് മുകളിൽ നോക്കിയാൽ മതി. മനസ്സിലായ പറഞ്ഞേ? ഇത് ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ മതി. ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണ്. ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്, സെക്കൻഡ് ടാർഗറ്റ് ഇതാണ്, 24,700. ഇപ്പം നിലവിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,445. ഈ രണ്ടെണ്ണം ഞാൻ വരയ്ക്കുന്നുള്ളൂ. അതിന് മേലോട്ട് മാർക്കറ്റ് പോകുന്ന എനിക്ക് വിശ്വാസമില്ല. ചിലപ്പോൾ തെറ്റായിരിക്കാം. എന്തായാലും ഞാൻ ഈ രണ്ടെണ്ണം വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, ബാക്കി നിങ്ങളുടെ മനോധർമ്മം. മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുക. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് മാർക്കറ്റ് ഇവിടം വരെ പോവും. അതിനുശേഷം ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത ശേഷം ഇവിടുന്ന് മാർക്കറ്റ് മേലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സ്ട്രോങ് ബൈയിങ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇനി അല്ല താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുക. ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. ഇവിടെ റെഡ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടാർഗറ്റ് ഇവിടം വരെ
കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങളൊരു ട്രേഡിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ ലെവൽസ് വരയ്ക്കാം. മുകളിലോട്ടുള്ള ലെവൽസ് ഞാൻ വരച്ചു. താഴോട്ടുള്ള ലെവൽസ് ഞാൻ വരച്ചു തരാം. ഇതാ ഇങ്ങോട്ടാണ് താഴോട്ടുള്ള ലെവൽസ്. ഇവിടെ അണ്ണന്മാരെല്ലാം താഴോട്ടുള്ള ലെവൽസ് ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ, ഇതാണ് കറക്റ്റ് 1. ഈ ലെവലുകൾ ഇത് വേണ്ട, അതില്ല. ഓക്കെ, അതിനുശേഷം ഈ രണ്ടാമത്തേതും ഇല്ല, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ, അതിനുശേഷം വീണാൽ മൂന്നാമത്തെ ഇത്. ഞാൻ താഴോട്ടാണ് കൂടുതൽ വരയ്ക്കുന്നത് കേട്ടോ. അടുത്തത് ഇവിടം വരെ 12,189. ഓക്കെ, ഇത്രയും മതി. ഇത്രയും ഇവിടെ നിൽക്കട്ടെ. ഇതാണ് നാളത്തെ ലെവലുകൾ. നിങ്ങളുടെ ചാർട്ടിനകത്ത് നിങ്ങൾ വരച്ചിടുക. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം നമ്പർ പറഞ്ഞു വന്നുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് 24,509, പിന്നെ 24,600, പിന്നെ 24,703. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ താഴോട്ട് വരുവാണെങ്കിൽ 24,377, പിന്നെ 24,303, അടുത്ത് 24,253, ഫൈനല് 24,189. ഇത്രയുമാണ് നാളത്തെ ടാർഗറ്റുകൾ. നിങ്ങൾ നോക്കി കണ്ട് ട്രേഡ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഇന്ന് ന്യായം പാലിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്തു. എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. ന്യായം പാലിച്ച് നിങ്ങൾ പ്രോഫിറ്റ് എടുത്താലും ലോസ് എടുത്താലും നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം നിങ്ങളത് പാലിച്ചു. ലോസ് ബുക്ക് ചെയ്തവർക്ക് നിങ്ങൾ ആ ന്യായം പാലിച്ച് നിങ്ങൾ ലോസ് ബുക്ക് ചെയ്തിറങ്ങി, ഫൈൻ, യു ആർ റൈറ്റ്. ഓക്കെ, അപ്പം അതിന് ശേഷം നാളെ ഇത് തന്നെ തിരിച്ച് സംഭവിക്കാൻ സാധ്യതയില്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരാഴ്ചയിൽ കണക്ക് കൂട്ടി നോക്കുമ്പം നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയതിനേക്കാളും ഭീകരമായ നഷ്ടത്തിൻ്റെ തോത് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. മനസ്സിലായോ? കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ലോസ് വളരെ കുറവായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ആ ലോസിൽ നിന്ന് പിന്നെ കോസ്റ്റിലോട്ട് വരും, പിന്നെ അവിടെ നിന്ന് ലാഭത്തിലോട്ട് വരും. ഓക്കെ, എന്തായാലും നിങ്ങളിത് ഫോളോ ചെയ്യുക. നമുക്ക് നോക്കാമല്ലോ വെള്ളിയാഴ്ച എന്ത് സംഭവിക്കുന്നത്. കൂട്ടിക്കിഴിക്കുമ്പോൾ നമുക്ക് വെള്ളിയാഴ്ച എന്ത് സംഭവിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഓക്കെ, വീഡിയോ അങ്ങ് നീണ്ടുപോകും. അതുകൊണ്ട് നാളെ എല്ലാവർക്കും വീണ്ടും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.